യൂത്തിന് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന സെഷൻ എടുത്തത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഓൺടർപ്രണറാണ്. അദ്ദേഹത്തിൻ്റെ സെഷനിൽ അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ദൈവം എങ്ങനെ ഇടപെട്ടതിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയെക്കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്നത് കണ്ണടച്ച് ബൈബിൾ തുറക്കും, എന്നിട്ട് വിരൽ എവിടെയെങ്കിലും തൊടും. ആ വിരൽ തൊട്ട് കിട്ടുന്ന വചനഭാഗം അത് ദൈവം കൊടുക്കുന്ന തീരുമാനമാണ്. 100% ആ തീരുമാനം ശരിയായിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻറ്റ് ഇത് മാൽ പ്രാക്ടീസ് നടത്തുന്ന പോലെ ഇതിന് തോന്നി. അപ്പോൾ ഇദ്ദേഹം ബൈബിള് തുറന്ന് ഒരു വചനം തൊട്ടെടുത്തപ്പോൾ അത് അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയാണ്. ഉടനെ തന്നെ ആ അക്കൗണ്ടിനെ അദ്ദേഹം പിരിച്ചുവിടുകയാണ്. ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്ന രീതി ഇങ്ങനെയാണ്, കുറേയും കൂടി ഇമോഷണലായിട്ട് വികാരപരമായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്നുണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പ്രാർത്ഥിക്കുന്ന രീതി നോക്കിയേ. ഈശോയുടെ മുന്നിൽ 100 ശിഷ്യന്മാരുണ്ട്. അതിൽ നിന്ന് ബെസ്റ്റ് 12 പേരെ ഈശോക്ക് സെലക്ട് ചെയ്യണം. ഈശോയ്ക്ക് വേണമെങ്കിൽ സിനഗോഗിൽ പോയിരുന്ന് വചനം വായിക്കായിരുന്നു, അല്ലെങ്കിൽ ഈശോയ്ക്ക് ജെറുസലേം ദേവാലയത്തിൽ പോയി ബലിയർപ്പണം നടത്താമായിരുന്നു, കാഴ്ച സമർപ്പണം നടത്താമായിരുന്നു. പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഈശോ ഒറ്റയ്ക്ക് മലമുകളിൽ പോവാണ്. രാത്രി മുഴുവൻ അവിടെ ദൈവമായിട്ട് കൺസൾട്ടിങ്ങാണ്. ഈശോയ്ക്ക് പ്രാർത്ഥന ഒരു വികാരമായിരുന്നില്ല, ഈശോയ്ക്ക് പ്രാർത്ഥന ഒരു വിചാരമായിരുന്നു. തൻ്റെ മുന്നിലുള്ള ഈ ശിഷ്യന്മാരെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഹോംവർക്ക് ചെയ്യാണ്, റിസർച്ച് നടത്തുകയാണ്. എന്നിട്ട് ദൈവമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടൊരു തീരുമാനത്തിലേക്ക്, ഒരു സെലക്ഷനിലേക്ക് വരാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമ്മുടെ ഹോംവർക്കാണ്, നമ്മുടെ റിസർച്ചാണ്, പ്ലസ് ദൈവമായിട്ടുള്ള കൺസൾട്ടേഷനാണ്. നമ്മുടെ ഹോംവർക്കും ദൈവമായിട്ടുള്ള കൺസൾട്ടേഷനും ചേരുമ്പോഴാണ് അത് ഗോഡ്സ് വർക്കായിട്ട് മാറുന്നത്.